എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുണ്ട്. നമുക്ക് ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അജാസും ഗോവിന്ദും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അജാസിനോട് ഗോവിന്ദ് പറഞ്ഞു, ഒരു പക്ഷേങ്കില് ഈ പറയുന്ന അനാർക്കിലിയുടെ മോളാണ് രഞ്ജു എന്നുള്ള സത്യദാസൻ അറിയാം. അത് സത്യദാസ് പറയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. പക്ഷേങ്കില് എന്തുകൊണ്ടായിരിക്കും ഗീതു ഭീഷണിപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേന് സത്യദാസ് വീട് വിട്ട് ഇറങ്ങിപ്പോയത്? അങ്ങനെയാണെങ്കിൽ സത്യദാസിന് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ പോരെ? സത്യദാസ് ഗീതുവിനെ ഭയക്കണം എന്തുകൊണ്ടാന്ന് ചോദിക്കുക. ഇത് കേട്ടിട്ട് അജാസ് പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്, അതെന്താന്നുള്ള കാര്യം കണ്ടെത്തണം. എന്തോ ഒരു കാര്യം പറഞ്ഞ് ഗീതു ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേങ്കില് അത് ചിലപ്പം എല്ലാവരുടെയും നന്മയെ കരുതിയിട്ടാണോ എന്ന് പറയാൻ പറ്റില്ല എന്ന് അജാസ് പറയണം. അത് ശരിയാ, പക്ഷെ എന്താണ് നമുക്ക് കണ്ടെത്തിയേ മതിയാവുള്ളൂ. ഗീതു ഇപ്പൊ ഈ സത്യം മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം രഞ്ജുവിനെ ഉപദ്രവിച്ചാലെന്ന് കരുതിയിട്ടായിരിക്കും. പക്ഷെ അവൾ എന്നെ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തെ? എനിക്ക് രഞ്ജുവിനെ ഉപദ്രവിക്കാൻ പറ്റുമോ? എന്റെ പെങ്ങളല്ലേ അവള്. ഞാൻ പെങ്ങളായിട്ട് കണ്ട് ഇത്രയും കാലം സ്നേഹിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം അവളെ കൊല്ലാനായിട്ട് എനിക്ക് പറ്റുമോ? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഗോവിന്ദ് അത്ര നീചനൊന്നുമല്ല. കുറെ കാലത്തെ എനിക്കിങ്ങനെ അഭിനയിച്ചാൽ മതിയാവുള്ളൂ. ഞാൻ എന്താണെങ്കിലും ഇത് അറിഞ്ഞതായിട്ട് ഭാവിക്കില്ല. എല്ലാവരുടെ മുന്നിൽ നന്നായിട്ട് അഭിനയിക്കുമെന്ന് പറയണ. അപ്പോഴേക്കും ഗോവിന്ദ് അത്യാവശ്യം ഫിറ്റായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയം മുറിയില് വിനോദും പ്രിയയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ വിനോദാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഫോണിൽ ഇങ്ങനെ ഓരോ മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയം പ്രിയ പറഞ്ഞു, എന്താ വിനോദം ഇങ്ങനെ? എനിക്ക് മോനും ഇവിടെ അല്പസമയം തരാനായിട്ട് വിനോദിന് സമയമില്ലെന്ന് നിൽക്കും. ഇപ്പൊ എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുക. എന്നോട് അല്പം സംസാരിക്കുക, ഫോൺ അവിടെ വെക്കാൻ പറയണം. ആ ഫോൺ വെച്ചു. ഈ കുഞ്ഞിനെ പോലും എടുത്ത് കൊഞ്ചിക്കണില്ലോ, എന്ത് സ്വഭാവമാണെന്ന് ചോദിക്കുകയാണ്. ഞങ്ങളെ കാണാൻ പോലും ഇങ്ങോട്ട് വരുന്നില്ല. വല്ലപ്പോഴും വന്നാലാണെങ്കിലോ എപ്പോഴും ഫോണിനകത്ത്. അതെ, നിനക്കറിയാലോ എൻ്റെ ജോലിയുടെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ. ഓ അതാണ് കാര്യം. ഇവിടെ അതിനേക്കാളും പ്രശ്നത്തിൽ കഴിയുന്ന ആളല്ലേ ഗോവിന്ദേട്ടൻ. എന്നിട്ടോ എന്നാ ശരി പറയുന്നു പറഞ്ഞ് മാധവനെ അങ്ങോട്ട് മേടിക്കുകയാണ്. പിന്നീട് മാധവനെ ഇച്ചിരി കൊഞ്ചിക്കുകയാണ്. ഈ സമയത്ത് പ്രിയ പറഞ്ഞു, അതെ എപ്പോഴും ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കാം. കൊണ്ടാവാം, അല്ല അതിന് മുഹൂർത്തം കുറിപ്പിച്ചോ? മുഹൂർത്തം ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒന്ന് സെറ്റ് ആയാലെന്ന് പറയും. എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുപോകണമെന്ന് പറയാം. അതെന്ത് നീ അങ്ങനെ പറഞ്ഞേ? ഇവിടെ ഞങ്ങൾക്ക് ഒരു വിലയില്ല. മുമ്പൊക്കെയാണ് കുറച്ചെങ്കിലും ഒരു മര്യാദ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതും കൂടെ ഇല്ല. ഗോവിന്ദേട്ടന് പോലും എന്നോടിപ്പോ അധികം താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ല. എന്നോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പണ്ടിങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാനെന്ന് വെച്ചാൽ ഗോവിന്ദേട്ടന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എന്റെ മുഖം ഒന്ന് വാടിയിട്ടുണ്ടെങ്കിൽ ഗോവിന്ദാണ് അത്ര സങ്കടമായിരുന്നു. പക്ഷെ ഇപ്പൊ ഗോവിന്ദാണ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പോണെന്ന് പറയണം. ആ ബെസ്റ്റ്. എടി നീ ഇവിടെ നിന്നിട്ട് ഇതാ അവസ്ഥ. അങ്ങനെയാണ് നീ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിലോ നിനക്ക് കിട്ടാനുള്ളത് കിട്ടുമോ? ഒന്നും കിട്ടത്തില്ല എന്ന് പറയാ. ഇത് കേട്ടതും പ്രിയ പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട, എനിക്ക് വിനോദിന്റെ സ്നേഹം മതി, എനിക്കും എന്റെ കുഞ്ഞിനെന്ന് പറയണം. പറയുമ്പോ കൊള്ളാം, പക്ഷെ അത് പ്രാവർത്തികമാകത്തില്ലെന്ന് പറയണം. അപ്പോഴേക്കാണ് ഫോൺ ബെല്ലടിക്കുന്ന വിനോദിന്റെ. ഇങ്ങനെ പ്രിയ നോക്കിക്കഴിഞ്ഞപ്പോ രേഷ്മാന്ന് കണ്ടു. പെട്ടെന്ന് വിനോദ് കോൾ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് എഴുന്നേറ്റു. എന്താ വിനോദം എഴുന്നേറ്റ് പോന്നെ? ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറയാ. ഇത് ഒഫീഷ്യൽ കോളാന്ന് പറയണ. ഒഫീഷ്യൽ കോളോ? ഈ പറയുന്ന രേഷ്മ വിനോദിന്റെ ഫ്രണ്ടാന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെന്താ? പിന്നെ എങ്ങനെയാ ഒഫീഷ്യൽ കോളാണെന്ന് ചോദിക്കാണ്. ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ മതി എന്ന് പറയണ. വേണ്ടാന്ന് പറയണ. പക്ഷെ പ്രിയ വിട്ടില്ല. അവസാനം വിനോദിന് ദേഷ്യം വന്നു. വിനോദ് കോളം കൊടുക്കുക, നീ കേൾക്കാൻ പറയണ. എന്നിട്ട് പറഞ്ഞു, ആണോ? ആ ശരി രേഷ്മ, നീ അവിടെ നിൽക്കുക, 1/2 മണിക്കൂറുള്ളിൽ തന്നെ ഞാൻ എത്തൂന്ന് പറയണം. എങ്ങോട്ടാ വിനോദം ഈ പാതിരാത്രി പോണേ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രേഷ്മേനെ കാണണമെന്ന് പറയണ. ഇപ്പോഴീ സമയത്തോ? അതൊന്നും പറ്റില്ല, നിന്നെ വിടില്ല എന്ന് പറയണ. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ പോകുന്നു പറയണ. അങ്ങനെ വിനോദ് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുമ്പോ പ്രിയ പുറകെ ചെല്ലുവാണ്. അപ്പോഴേക്കും രാധിക മരണം അങ്ങോട്ടേ വരുവാണ്. വിനോദിന് എന്തെങ്കിലും അത്യാവശ്യം ഉള്ളതുകൊണ്ടായിരിക്കും അവൻ പോകുന്നത്. അവൻ പോയിട്ട് വരട്ടെ മോളെന്ന് പറയാ. അതൊന്നും പറ്റില്ല, വിനോദ് ഈ രാത്രി പോകാൻ ഒരിടത്തേക്കും പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം. വരും പറഞ്ഞു, അവൻ പോകുന്നതുകൊണ്ട് എന്താ കുഴപ്പമിരിക്കുന്നേ? അല്ലെങ്കിലും ഭർത്താക്കന്മാർക്ക് ഇത്തിരി സ്വാതന്ത്ര്യമൊക്കെ ഭാര്യമാര് കൊടുക്കണമെന്ന് പറയണേ. അതെ, ഇത്ര സ്വാതന്ത്ര്യമൊക്കെ മതി, പാതിരാത്രി പോയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം വേണ്ടെന്ന് പറയണേ. അപ്പോഴേക്കും ഗീതു അങ്ങോട്ടേക്ക് വന്ന് എന്താന്ന് ചോദിക്കുകയാണ്. വിനോദ് ഈ രാത്രി പോകാൻ തുടങ്ങുക. പെട്ടെന്ന് ഗീതു പറഞ്ഞു, അതെ വേണ്ട വിനോദേ, നീ രാത്രി അങ്ങോട്ടേക്ക് പോകുന്നേ, മര്യാദയ്ക്ക് കയറിയിരിക്കാൻ പറയണം. പിന്നെ ചേച്ചിയുടെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഞാൻ പ്രായപൂർത്തിയായ പുരുഷനാ, എങ്ങനെ ജീവിക്കണമൊക്കെ ഞാൻ തീരുമാനിക്കും, നിങ്ങൾ തീരുമാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗീതുവിന് നേരെ കൈ ചൂണ്ടുവേണം. ഇത് കേട്ടതും രാധയ്ക്കും വരുണയും ഭയങ്കര സന്തോഷമായി. പിന്നീട് വിനോദം അങ്ങോട്ട് ഇറങ്ങിപ്പോയ സമയത്ത് പ്രിയയും ഗീതയൊക്കെ ആ പുറയും കൊണ്ട് പോവാണ്. രാധിക പറഞ്ഞു, മിക്കവാറും ഇന്നത്തോടു കൂടി കാര്യത്തിന് തീരുമാനമാവും. പ്രിയയും വിനോദും കൂടെ അടിച്ചു പിരിയുവാണെങ്കിൽ മിക്കവാറും ഗീതുവിനെ കൊണ്ട് ഗോവിന്ദ് വീട്ടുവിടും. നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഉഷാറാവുമെന്ന് പറയാണ്. അവരങ്ങനെ സന്തോഷിച്ച് നിൽക്കുക. ആ സമയം വിനോദ് കാറിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേനും ഗീതും പ്രിയയും കൂടെ പുറകെ ചെല്ലുവാണ്. പ്രിയ പറഞ്ഞു, ഞാൻ വിടത്തില്ല വിനോദനെന്ന് പറയണം. വിനോദിനോട് ഗീത പറഞ്ഞു, നീ എന്ത് പരിപാടി വിനോദെ കാണിക്കണേ? നിനക്ക് ഇപ്പൊ ഈ പാതിരാത്രി പോയിട്ട് എന്താ ആവശ്യം? അതൊക്കെ ചേച്ചിയോട് പറയേണ്ട കാര്യമുണ്ടോ?
അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റേതായ വ്യക്തിത്വം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നെ ആരും ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമില്ല. ഞാൻ പോകേണ്ടടത്തോളം ഞാൻ പോകുന്നു പറഞ്ഞ കാർ എടുത്തോണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് പ്രിയ പറഞ്ഞ്, കണ്ടില്ലേ ഇതാ വിനോദിന്റെ സ്വഭാവം. അവനാണെങ്കിൽ ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും അല്ല. അവന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാന്ന് തോന്നിയെന്ന് പറയണം. ഗീതു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവനെ നേരെയാക്കി എടുക്കണം. ഒരു ഭാര്യയുടെ കടമ അതൊക്കെ നേരെയാക്കി എടുക്കാന്ന്. ഭർത്താക്കന്മാര് വഴി തെറ്റി പോയിട്ടുണ്ടെങ്കിൽ, ഭാര്യമാര് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നേരെയാക്കാൻ പറ്റുമെന്ന് പറയണം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല ചേച്ചി, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണം. നമ്മളൊരു വര വരയ്ക്കണം. ആ വരയ്ക്ക് പിന്നാലെ മുന്നിലേക്ക് അവർ പോയില്ല, ആ വരയ്ക്കുള്ളിൽ തന്നെ അവർ നിൽക്കണമെന്ന് പറയണം. അതൊക്കെ ഗോവിന്ദനെ കണ്ടുപിടിക്കുക. ഞാനൊരു വര വരച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് പോയില്ല എന്ന് പറയണം. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദ് അങ്ങോട്ടേക്ക് വരുവാണ്. ഈ സമയത്ത് ഗോവിന്ദ് നോക്കി രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആഹാ കൊള്ളാലോ, പണി പാളിയോ. ഇപ്പൊ അനാർക്കലിയുടെ മോളെ രഞ്ജുവും താൻ അറിഞ്ഞ കാര്യം ഇപ്പോഴും പറയണ്ട. ഇവളുടെ മുന്നിൽ നന്നായിട്ട് അഭിനയിക്കണം. ഇച്ചിരി കോമഡി ഇറക്കിയിട്ട് തന്നെ കാര്യം. നന്നായിട്ട് മദ്യവെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഗോവിന്ദ് ആടിയാടി അങ്ങോട്ടേക്ക് വരുവാണ്. ആടിയാടി ഇറങ്ങിക്കഴിഞ്ഞപ്പോ ചോദിച്ചു, എന്താ രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കണേന്ന് ചോദിക്കാം. ഒന്നുമില്ല. അപ്പൊ വിനോദ് പോയ കാര്യമൊന്നും പറയണ്ടെന്ന് ഗീതുവിനോട് പ്രിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ. അതെ, ഈ സന്ധ്യാസമയത്ത് ഇങ്ങനെ ഇറങ്ങി നിൽക്കാതെ രണ്ടുപേരും കൂടെ അകത്ത് കയറി പോകാൻ പറയണം. പിന്നീട് മാധവനെ ഒന്ന് ചെന്ന് കൊഞ്ചിക്കുകയാണ്. ഇതെന്താ കണ്ണേട്ടാ, കണ്ണേട്ട കാല് കുഴയുന്നുണ്ടോ? ഓ, കാലൊന്നും കുഴയുന്നില്ല. കണ്ണേട്ട എന്തെങ്കിലും കഴിച്ചു. രാവിലെ ചായ കുടിച്ചു, ഉച്ചയ്ക്ക് ചോറുണ്ടു, പിന്നെ കുറച്ച് വെള്ളം കുടിച്ചു. അതല്ല, ഇപ്പൊ ഞാൻ ചോദിച്ച മാട്ടവെള്ളം കുടിച്ചോന്നാ. അത് പിന്നെ കുറച്ച് വെള്ളം കുടിച്ചു. ഇത് കേട്ട് പിന്നെ ഗീതുവിന് ദേഷ്യം വന്നു. ഗീതു പറഞ്ഞു, കണ്ണേട്ടാ അപ്പൊ നിങ്ങൾ മദ്യപിച്ചിട്ടാ വന്നല്ലേ ചോദിക്കോ. ഞാനോ? പിന്നെ ഞാനങ്ങ് മദ്യപിച്ചിട്ടില്ല. എന്നെ കണ്ട് മദ്യപിച്ചായിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് കോമഡി ഇറക്കുവാണ്. ആ സമയത്ത് ഗീതു പറഞ്ഞു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, ദേഷ്യം വരുന്നുണ്ട്. ഇപ്പൊ എന്താ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ഗീതു പുറകെ ചെല്ലുവാണ്. കണ്ണേട്ട അവിടെ നിൽക്കാനൊക്കെ പറഞ്ഞോണ്ട് പ്രിയ പറഞ്ഞു, ഇത് കൊള്ളാം. ഗോവിന്ദേട്ടൻ വരച്ച വരെ നിർത്തുന്ന ഗീത ചേച്ചിയാ. പക്ഷേ എങ്കിൽ വര എവിടെ വരയ്ക്കണമെന്ന് ഗോവിന്ദേട്ടൻ തീരുമാനിക്കും. കണ്ടില്ലേ പോകുന്ന പോക്ക്. ഗോവിന്ദേട്ടൻ വരച്ച വരയുടെ പുറകെ ഗീത ചേച്ചി പോകുന്ന കണ്ടോന്ന് ഇങ്ങനെ പറയാണ്. ആ സമയം മാർഗഴിയുടെ അടുത്തേക്ക് സത്യാസും അനാർക്കലിയും കൂടെ വരുവാണ്. പിന്നീട് പറഞ്ഞു, ഞങ്ങൾ പറയുന്ന പോലൊക്കെ നീ ചെയ്യണമെന്ന് പറയാം. ഇത് കേട്ട മാർഗഴി പറഞ്ഞു, അതെങ്ങനെ ചെയ്യാൻ പറ്റും, എനിക്ക് എന്റേതായ രീതിയില്ലേന്ന് ചോദിക്കാം. സത്യാസ് പറഞ്ഞു, അതല്ല, നീ അറക്കൽ വീട്ടിലേക്ക് കയറണമെന്ന് പറയണം. അങ്ങോട്ടേക്ക് കയറാനോ? പുറത്തു നിന്ന് കളിക്കുന്ന പോലെ കളിയൊന്നും അല്ല. അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അത് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അതിനല്ലേ നിനക്ക് എല്ലാ ദിവസവും 5 ലക്ഷം രൂപ വെച്ച് തരുന്നേ അഭിനയിക്കുന്ന ദിവസം. എന്താ നിനക്കത് പറ്റില്ലെന്ന് ചോദിക്കാം. അതൊക്കെ പറ്റും, പക്ഷെ ഇത്ര റിസ്ക് ഉള്ള കാര്യമാണെന്നാ പറഞ്ഞേ. ഇത് കേട്ടപ്പം അനാർക്കലി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണ. സത്യാസ് പറഞ്ഞു, അവനും അവളും കൂടെ പുറത്തു പോകുന്ന ദിവസം വേണം നീ അവിടെ കയറാനായിട്ട്. ആ വീട്ടിൽ ആർക്കും സംശയം തോന്നില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് മാർക്കറ്റ് പറഞ്ഞു, ഓക്കെ അതൊക്കെ സമ്മതിച്ചു, പക്ഷെ എന്റെ കള്ളത്തരം പിടിക്കപ്പെട്ടാലോ എന്ന് ചോദിക്കണം. എങ്ങനെ പിടിക്കപ്പെടും? സത്യാസ് പറഞ്ഞു, അവനും അവളും കൂടെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവളെ പതുക്കെ അവിടെ നിന്ന് മാറ്റും. പിന്നെ അവന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം. പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പം. അവനെ തീർത്ത കാര്യത്തില് പിന്നെ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാവും എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് മാർഗം ഒരു നിമിഷം ആലോചിച്ചു. ഇവര് പറയുന്ന ഇപ്പൊ തൽക്കാലത്തേക്ക് അനുസരിക്കാം. അവിടെ കയറി പറ്റുക ബുദ്ധി ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. 90 കോടിയുടെ കാര്യം ഒന്ന് ഡീലാവുന്നോടെ വരെ എന്തെങ്കിലും ചെയ്താൽ മതിയാവുള്ളൂ. ഗീതുവിനെയും ഗോവിന്ദിനെയും രക്ഷിക്കണം. ഇല്ലെങ്കിൽ ഇവര് വേറെ എന്തെങ്കിലും പണി വെക്കും. അല്ല, എന്താ ആലോചിക്കാൻ മാർഗഴിന്ന് ചോദിക്കുക. ശരി സമ്മതിച്ചു. പക്ഷെ കാര്യമുണ്ട്, ഈ പറയുന്ന ഗോവിന്ദനെ പറ്റിക്കാന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമില്ല. ബാക്കി എല്ലാവരും പറ്റിക്കാം, പക്ഷെ സ്വന്തം ഭാര്യയെ കണ്ടാൽ മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധിയും ബോധമൊക്കെ അങ്ങേർക്കുണ്ടെന്ന് പറയണേ. ഞാൻ കണ്ടെടുത്തോളം അയാളൊരു ബുദ്ധിമാനാന്ന് പറയണേ. സത്യാസ് പറഞ്ഞു, അതൊന്നും ഒരു കുഴപ്പമില്ല, നീ ഒന്ന് കയറി അഭിനയിച്ചാൽ മതി. അവിടെ അവർ രണ്ടുപേരും ഇല്ലാത്തൊരു ദിവസം പറയാം. ആ സമയത്ത് നീ അങ്ങോട്ടേക്ക് കയറണം. ഗീതുവരെ ഞങ്ങൾ മാറ്റിക്കോളാം എന്നൊക്കെ പറയണം. ശരിയെന്ന് മാർഗഴി പറഞ്ഞ് സമ്മതിക്കുകയാണ്. ആ സമയം ഗീതു ഗോവിന്ദനെ പിടിച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അപ്പോഴാണ് ആ ഒരു കാഴ്ച കാണുന്നത്. അവിടെ രാധികയും വരുണും എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട്. കൂടെ രേഖയുണ്ട്. ഈ വരവ് കണ്ടു കഴിഞ്ഞപ്പോ രാധിക വരുന്നുണ്ടോന്ന് പറഞ്ഞു. കണ്ണൻ നല്ല ഫോമിലാണല്ലോ വരുന്നതെന്ന് പറയാണ്. ഗീതുവിന് വല്ലാത്തൊരു ടെൻഷൻ. ഇവരുടെ മുന്നിലെ കണ്ണെണ്ണി കുടിച്ചിട്ട് വരുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ചെന്നിട്ട് രാധികാമ്മ ഇത് എന്തെടുക്കുവാന്ന് ചോദിക്കണം. എന്താ കണ്ണാ നീ കുടിച്ചിട്ടുണ്ടോന്ന് ചോദിക്കണം. ഈ സമയം ഗോവിന്ദൻ, ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. അതെങ്ങനെയാ? വിജയലക്ഷ്മി വന്നതിന് ശേഷം നിനക്ക് എപ്പോ നോക്കിയാലും വിജയലക്ഷ്മിയുടെ പിന്നാലെ നടക്കാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ. വന്നു അവസാനം ഈ അവസ്ഥയിൽ എത്തിച്ചേർന്ന കാര്യങ്ങളല്ലേ. അവൾ ഓരോന്നും പറഞ്ഞു നീ കുടിയനായിട്ട് മാറിയല്ലേ എന്നൊക്കെ ചോദിക്കാം. ഇത് കേട്ടതും ഗോവിന്ദ് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു,
വെറുതെ കള്ളത്തരം പറയില്ല രാധികാമ്മ എന്നൊക്കെ പറയണം. ഗീതുവിന് തോന്നി കളി പന്തിയാവുമെന്ന്. ഗീതു പറഞ്ഞു വാ കണ്ണേട്ടാ നമുക്ക് മുറിയിലേക്ക് പോകാന്ന് പറയാം. ഇത് കേട്ടതും കോയെന്ന് പറഞ്ഞു എനിക്ക് രാധികാമ്മയോട് കുറച്ച് സംസാരിക്കാണെന്ന് പറയാം. വേണ്ട പോകാന്ന് പറയാണ്. രാധികാമ്മ പറഞ്ഞു അവൻ എന്നോട് സംസാരിക്കും നിനക്കെന്താ കുഴപ്പമിരിക്കുന്നേ, അവൻ എന്നോട് സംസാരിക്കട്ടെ, എന്റെ മോനോട് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയാം. ഗീത പറഞ്ഞു സംസാരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, അവസാനം പറയരുത്, ഒന്ന് പിടിച്ചോണ്ട് പോവാൻ മാത്രം പറയരുതെന്ന് പറയാം. ഇത് കേട്ടതും രാധികാമ്മ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും പറയില്ല എന്ന് പറയണം. പിന്നീട് കോയന്ത് പറഞ്ഞു രാധികാമ്മയ്ക്ക് സുഖമല്ലേന്ന് ചോദിക്കാണ്. ആ എനിക്ക് സുഖ, പക്ഷേ നീ ഇങ്ങനെ കുടിച്ചിട്ട് വരുന്ന മാത്രം ശരിയല്ല എന്ന് പറയണം. വരും പറഞ്ഞു അത് ശരിയാ ഗോവിന്ദേട്ടാ, ഇങ്ങനെയാ വെറുതെ ഇങ്ങനെ കുടിച്ച് നശിക്കണേന്ന് ചോദിക്കുക. ആര് പറഞ്ഞു കുടിച്ച് നശിക്കുന്ന, ഞാൻ ഇത്തിരി മദ്യപിച്ചു അത്രേ മാത്രമേ ഉള്ളൂ, എനിക്ക് വേറൊരു കുഴപ്പമില്ലെന്ന് പറയണം. പിന്നെ കുടിച്ചിട്ട് എനിക്ക് അമ്മയുടെ അടുത്തേക്ക് പോകാൻ പേടിയാന്ന് പറയണം. എടാ ഞാനിവിടെ നിൽക്കുന്നുണ്ടല്ലോ, നിങ്ങളല്ല എൻ്റെ ഒറിജിനൽ അമ്മ വിജയലക്ഷ്മി അമ്മ. ഓഹോ, അപ്പം നിനക്ക് ഇപ്പോഴും അവരല്ലേ അമ്മയല്ലേ, അപ്പൊ ഞാൻ ആരും അല്ലല്ലേ എന്ന് ചോദിക്കണം. നിങ്ങളാരാ, നിങ്ങളല്ലേ രണ്ടാനമ്മ, പക്ഷെ ഒറിജിനലായിട്ടുള്ള അമ്മ അവരല്ലേ, അവർക്ക് എന്നോടുള്ള സ്നേഹം പോലെ ആർക്കെങ്കിലും ഉണ്ടോ, അതുകൊണ്ട് എനിക്ക് അമ്മയുടെ അടുത്ത് പോകാൻ പേടിയാന്ന് പറയണം. ഇത് കേട്ടോണ്ടാണ് കാഞ്ചന അങ്ങോട്ടേക്ക് വരുന്നത്. കാഞ്ചന വന്നിട്ട് ഇവിടെ എന്താന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ലാന്ന് പറയാണ്, ചെറിയൊരു മീറ്റിംഗ് ആന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം കാഞ്ചന പറഞ്ഞു മീറ്റിങ്ങോ, ആഹാ അത് കൊള്ളാലോ, വിഷയം എന്നാന്നൊക്കെ ചോദിക്കുകയാണ്. വിഷയം കാഞ്ചനക്കൊക്കെ അറിയണമെന്ന് ഗീതി ചോദിക്കുകയാണ്. ഈ സമയത്ത് ഗോവിന്ദാണ് ഓരോന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അവസാനം ഗീത് പറഞ്ഞു ദേ കണ്ണേട്ട മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാനിപ്പോൾ വിജയലക്ഷ്മി അമ്മേനെ വിളിക്കുമെന്ന് പറയണം. ആഹാ അത്രയ്ക്കാ, എന്നാ വിളിക്കാൻ പറയണം. കാഞ്ചനോട് പറഞ്ഞു കാഞ്ചനെ നീ പോയി അമ്മേനെ വിളിച്ചോണ്ട് വരാൻ പറയണം. ഗോവിന്ദ് പറഞ്ഞു കാഞ്ചനെ നീ പോയിട്ടാണ് നിന്റെ കാലിയാ വിട്ടു എന്ന് പറയണം. കാഞ്ചന അവിടെ തന്നെ നിൽക്കുക. എടി നിന്നോട് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞേ, എൻ്റെ കാല് വെട്ടും കോന്തമാമ, എനിക്ക് കാല് വേണമെന്ന് പറയണം. ഈ സമയം ഗീത പറഞ്ഞു അങ്ങനെയാണോ, അങ്ങനെ എനിക്ക് കാര്യം ചെയ്യാം, നിനക്കല്ല പോകാൻ പറ്റാത്ത, ഞാൻ പോയി വിളിച്ചോണ്ട് വരാന്ന് പറയണം. അവസാനം ഗോവിന്ദ് പറഞ്ഞു അതെ എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മുറിയിലേക്ക് പോവാം, ഇന്ന് അമ്മേനെ വിളിക്കേണ്ടെന്ന് പറയാം. അങ്ങനെ വഴിക്കുക എന്ന് പറഞ്ഞാൽ ഗീതു ഗോവിന്ദനെ വിളിച്ചോണ്ട് അങ്ങോട്ട് മുറിയിലേക്ക് പോവാണ്. ആ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രേഖയോട് പ്രിയ പറയാണ് ഈ ഭർത്താക്കന്മാരുടെ ഒരു കാര്യം, കുടിച്ചു കഴിഞ്ഞാലൊരു അവസ്ഥ എന്തൊക്കെയല്ലെന്ന് ചോദിക്കുകയാണ്. പിന്നീട് അവരങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ആ പുറകെ മണം പിടിച്ച് ഇങ്ങനെ രണ്ടുപേര് പോവാണ്. രാധികയും വരണം കൂടെ, കാരണം എന്തൊക്കെയാ അവിടെ നടക്കണേന്ന് അറിയാലോ. മിക്കവാറും ഇന്നത്തോടു കൂടി രണ്ടും കൂടെ ഉടക്കി പിരിയാൻ ചാൻസ് ഉണ്ട്, അതിനുള്ള സർവ്വ ചാൻസും കാണുന്നുണ്ട്. രണ്ടെണ്ണത്തിനും പോക്ക് എങ്ങനെയാന്ന് പറയണം. പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞു മര്യാദയ്ക്ക് ഇവിടെ അടയും കിടന്നോണം, കണ്ട വെള്ളമെല്ലാം കുടിച്ചിട്ട് വന്നിട്ട് എന്ന് പറയണം. അതെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ടെന്ന് പറയും. എന്ത് കാര്യങ്ങള്, കുറച്ച് പ്രപഞ്ച സത്യങ്ങള്. പ്രപഞ്ച സത്യങ്ങളോ, ഒരു സത്യം പറയണ്ട, അവിടെ അടയും കിടക്കാൻ പറയണം. ആ സമയം രാധിക പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ മാർഗഴിയെ കൊണ്ടുവരണം, മാർഗഴി ഇവിടെ വന്ന് ചേക്കേറണം, ഇവിടെ ഇവിടുന്ന് പറത്തി വിടണം, എങ്കിൽ മാത്രം പല കാര്യങ്ങളും നമ്മൾ സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ വരുണിനോട് പറയണം. അപ്പൊ വരും മനസ്സിലെടുത്തു അങ്ങനെയാണെങ്കിൽ ഗോവിന്ദനെ എത്രയും പെട്ടെന്ന് തട്ടണം, എന്നിട്ട് ആ കുറ്റം അവളുടെ തലയിൽ കെട്ടിവെക്കണം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അവൾ പിന്നെ പുറത്തിറങ്ങാനായിട്ട് പോകുന്നില്ല, ഗീതുവിനെയും തീർക്കണം, എല്ലാത്തിനും തീർക്കണം. അങ്ങനെ ഒരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ്. ആ സമയം ഗീത പറഞ്ഞു മര്യാദക്കല്ലേ ഉണ്ടല്ലോ, ദേ അമ്മയുടെ വഴി ഞാൻ സ്വീകരിക്കും, ഇനി കുടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ പോയതുപോലെ ഞാനും അങ്ങോട്ട് പോകുമെന്ന് പറയണം. ഇതൊക്കെ പുറത്ത് കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. വരും പറഞ്ഞു ദേ അവള് പോകുന്ന പറയുന്നത്, നല്ല കാര്യമല്ലേടാ മോനെ എന്നൊക്കെ കരുതി രാധികയും വരണം സന്തോഷിക്കുകയാണ്. ആ സമയത്ത് ഗോവിന്ദ് പറഞ്ഞു നീ എന്താ പറഞ്ഞു, നീ പോകുന്നു, അതെ ഞാൻ പോകുക തന്നെയും, അമ്മ പോയതുപോലെ കണ്ണേടിനെ ഇട്ടിട്ട് ഞാനൊരു പോക്കം അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയായി. ഗോവിന്ദിന് ടെൻഷനാ, വിജയലക്ഷ്മി അമ്മ പോയതുപോലെ ഗീതവും പോകുന്നുള്ളേ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.